മാങ്കൂട്ടത്തിൽ രാജിയിൽ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഏറ്റവും പ്രധാനപ്പെട്ടത് വി.ഡി. സതീശന് വോയിസ് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ വിവാദങ്ങളിലും മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു നിർത്തിയത് സതീശനായിരുന്നു, ഷാഫി പറമ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോക്കസിന് ഇപ്പോൾ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ ആയുധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പരാതികളിൽ രാഹുലിനെ സതീശനടക്കമുള്ള നേതാക്കൾ സംരക്ഷിക്കാൻ ശ്രമിച്ചതിലും ACC നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. 9-ലധികം പരാതികളാണ് ACC നേതൃത്വത്തിന് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലരും നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. രാഹുലിനെ പൂർണ്ണമായി ഷാഫി പറമ്പിലും വി.ഡി. സതീശനും ചേർന്ന് സംരക്ഷിച്ചതാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നത്. മാത്രമല്ല, യുവനടിയുടെ പരാതി താൻ പരിഹരിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞതും സതീശനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ്. ആദ്യം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇരുവരും പ്രതികരിച്ച ആ വിധം ഒന്ന് കണ്ടുവരാം. ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? സ്വന്തം മകളാണ് എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ വി.ഡി. സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ ശ്രീ വി.ഡി. സതീശനോട് അങ്ങേക്ക് ചോദിക്കാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എൻ്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, ആരാണ് നമ്മളോട് കള്ളം പറയുന്നതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇന്നലെ രാഹുലിന്റെ വിഷയത്തിൽ നാണക്കെട്ട് നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വല്ലാതെ ദുർബലനാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിരോധം ഏറ്റവും മോശമായി പോകുന്നത് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞതാണ്. എങ്കിൽ പോലും അതിനിടയിൽ വി.ഡി. സതീശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മകളുടെ സ്ഥാനമുള്ളൊരു കുട്ടി എന്നോട് വന്നിങ്ങനെ മോശം മെസ്സേജുകൾ അയച്ചു എന്ന് പരാതി പറയുന്നു. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ ഞാൻ സ്വീകരിച്ചു എന്ന് വി.ഡി. സതീശൻ നമ്മളോട് പറയുകയാണ്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വി.ഡി. സതീശൻ അങ്ങനെ ഒരു കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല, എന്നെക്കുറിച്ച് ഒരു പരാതിയും ആരും നൽകിയതായി എന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ ആരാണ് നമ്മളോട് കള്ളം പറയുന്നത്? അടിമൂടി നാണം കെട്ട് നിൽക്കുകയാണല്ലോ. അതിനിടയിൽ കൂടി നുണയും പറഞ്ഞു കളിക്കുകയാണ്. സതീശനാണോ കള്ളം പറയുന്നത്? രാഹുൽ മാങ്കൂട്ടമാണോ കള്ളം പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നൃപൻ? യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഇവർ നേരത്തെ അറിഞ്ഞിട്ടും ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നില്ലേ? അതല്ലേ ഇങ്ങനെ ഒരു നാണക്കേടിലേക്ക് അവരെ എത്തിച്ചത്? മനു, ആദ്യമായി വെരി ഗുഡ് മോർണിംഗ്. കേരള രാഷ്ട്രീയം വലിയ തരത്തിൽ വിവാദങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു പകലായിരുന്നു ഇന്നലെ കടന്നുപോയത്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ച 2 പ്രതികരണങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞ കാര്യവും ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ ഉച്ചയോട് നടത്തിയ വാർത്താ സമ്മേളനം, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ആ വാർത്താ സമ്മേളനം. ഇത് രണ്ടിലും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് ആത്യന്തികമായി കേരളത്തിൽ കോൺഗ്രസിൽ അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. രണ്ടാമത്തെയാൾ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഷാഫി എവിടെ എന്ന ചോദ്യമാണ് കേരളത്തിൽ ജനങ്ങളും കോൺഗ്രസ് നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കാരണം പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, കേരളത്തിലൊരു നിയമസഭാ സാമാജികനാണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ യുവനടി, യുവമാധ്യമ പ്രവർത്തക നടത്തിയ നിർണായകമായ പ്രതികരണത്തിൽ അവർ തന്നെ പറഞ്ഞ് തനിക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള, ബഹുമാനപൂർവ്വം കാണുന്ന കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവിനോട് തനിക്കുണ്ടായ ദുരനുഭവം താൻ പങ്കുവച്ചു എന്ന കാര്യം അവർ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർത്തത് താൻ കരുതിയിരുന്ന മാതൃകകൾ പല വിഗ്രഹങ്ങളും ഇതോടുകൂടി ഉടഞ്ഞുപോയി എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞത് താൻ ഈ പെൺകുട്ടി നൽകിയ, തൻ്റെ മകളെപ്പോലെ കരുതുന്ന ആ പെൺകുട്ടി നൽകിയ ഈ പരാതി താൻ ഒരു പിതാവ് എന്ന നിലയിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ആരോപണ വിധേയൻ ആരാണ്? പ്രതി ആരാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയോ താക്കീത് ചെയ്യുകയോ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് താക്കീത് ചെയ്യുകയോ ഒന്നും ചെയ്തതായി നമ്മൾ അറിയുന്നില്ല. ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ഉറപ്പും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വന്നത്. എന്നാൽ അതേ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലാവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തനിക്കെതിരെ ഒരു പരാതി ലഭിച്ചതായി, തനിക്കെതിരെ അങ്ങനെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞതായി വി.ഡി. സതീശൻ
തന്നോട് പറഞ്ഞിട്ടില്ല എന്നതാണ്. അതോടുകൂടിയാണ് ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ധാർമ്മികമായി അദ്ദേഹം കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. കാരണം അദ്ദേഹം സ്ത്രീ വിഷയങ്ങളിൽ ഇതിനു മുമ്പും പല കാര്യങ്ങളിലും വലിയ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. പക്ഷേ സ്വന്തം പാർട്ടി MLA യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരം ഒരു കേസിൽ പെടുമ്പോൾ, ഇത്തരം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, ആരോപണം ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തിരുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ രണ്ടുപേരുടെ പ്രതികരണത്തിൽ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുതന്നെയാണ് VD സതീശനെതിരെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണം കഴിഞ്ഞ 3.5 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പുതിയ പദവികൾ നൽകുന്നത്. അദ്ദേഹത്തെ പരമാവധി ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി രാഹുലും ഷാഫി പറമ്പിലും VD സതീശനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്, പാലക്കാട് DCC പോലും ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിട്ട് പോലും, അവർ KPCCക്ക് കത്ത് നൽകിയിട്ട് പോലും, മുതിർന്ന നേതാക്കളൊക്കെ എതിർത്തിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന വാശി ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നു, VD സതീശൻ സ്വീകരിക്കുന്നു. അങ്ങനെ പരാതി ഉയർന്ന നേതാവിനെ, ആരോപണ വിധേയനായ നേതാവിനെ എന്തുകൊണ്ടാണ് പുതിയ പദവികൾ നൽകി VD സതീശൻ ഒപ്പം കൂട്ടിയത് എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുതിർന്ന നേതാക്കൾ വലിയ ശക്തമായി വാദിക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം VD സതീശൻ്റെ സംരക്ഷണമാണ് എന്ന വാദം വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AI ഗ്രൂപ്പുകളുടെ പ്രതാപകാലത്തിന് ശേഷം സംഘടന പിടിച്ചെടുക്കാൻ 3 പ്രധാനപ്പെട്ട പോഷക സംഘടനകളുടെ ഭാരവാഹികളെ സ്വന്തം അനുയായികളെയും സന്തത സഹചാരികളുമായി മാറ്റാൻ VD സതീശൻ ശ്രമിച്ചിരുന്നു. അത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി വന്ന രാഹുൽ മാങ്കൂട്ടം. അതിൽ ഷാഫി, രാഹുൽ മാങ്കൂട്ടം, ഒപ്പം തന്നെ VD സതീശൻ്റെ കോക്കസാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എല്ലാ ഘട്ടങ്ങളിലും നിർണായകമായ തീരുമാനം എടുത്തിരുന്നത്, നിർണായകമായി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടപെട്ടിരുന്നത്, തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചിരുന്നത്. മുതിർന്ന നേതാക്കൾക്ക് പോലും അതിൽ പങ്കില്ലായിരുന്നു എന്നതാണ് വസ്തുത. അത്തരത്തിൽ ഈ കയറൂരി വിട്ട VD സതീശൻ്റെ സമീപനങ്ങളാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തെത്തി നിൽക്കെ, പടിവാതിക്കൽ എത്തി നിൽക്കെ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ധാർമ്മികമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് എന്ന നിലയിൽ VD സതീശൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. മനു, ഇപ്പോൾ